Good morning, children. Good morning. How are you? Are you fine there? Yes. Did you start study? Start. Yes, okay. Today we are revising our GK chapters. Okay, you are ready. Then GK textbook open. Page number 5, chapter 1. നമ്മൾ ജി കെ ഒന്ന് റിവൈസ് ചെയ്യുകയാണ്. അതുപോലെ ഞാൻ EVSഉം ഒരു റിവിഷൻ പാർട്ടായിട്ട് നിങ്ങൾക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ ജി കെ പാർട്ട് നോട്ട് ചെക്കിങ്ങിന് പല കുട്ടികളും ജി കെ എഴുതിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, കുറച്ച് ചാപ്റ്റേഴ്സ്, ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റേഴ്സ് ഒന്ന് റിവൈസ് ചെയ്യുകയാണ് കേട്ടോ. എല്ലാ ചാപ്റ്ററും ഇല്ല. യെസ്, ചാപ്റ്റർ 1, വേർ ഡു ഐ ലിവ്. ഫസ്റ്റ്, എസ്കിമോസ് ലിവ് ഇൻ ഇറ്റ്. ഞാൻ ആൻസർ ഇങ്ങനെ പറയും, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണേ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ബൈ ഹാർട്ടാക്കാൻ പറ്റും. എസ്കിമോസ് ലിവ് ഇൻ ഇറ്റ് ഏതാണ്? ഇഗ്ലൂ. ഇഗ്ലൂ. TB patients are kept in sanatorium. 4, travelers stay in it. Hotel. 7, Persians are kept in it. Hospital. Prisoners are kept in it. Jail. Abbots live in it. Abbey. Mad people kept in it. Mad people. 12, Asylum. Nuns live in it. Nuns live in it. Convent. Students live in it. Hostel. Monks live in it. 5, Monastery. Monks live in it. Monastery. Kings live in it. Palace. Soldiers live in it. Soldiers live in it. A barrack. Okay. Next, ഇവിടെ ഒരു ഗ്രിഡാണ് അല്ലേ. ഇവിടെ നമ്മളവിടെ ഇതൊക്കെ എന്താണ്, നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി കേട്ടോ. വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ഒന്ന് റൗണ്ട് ചെയ്യാൻ, പസിൽസ്. അപ്പോൾ നമ്മൾ പിന്നെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പേജ് നമ്പർ 7 ആണ്, ചാപ്റ്റർ 3. Plant facts. Which of this in a living thing? Book, plant, toy. Living thing, plant. Plants make their food in the presence of dash, sunlight. Dash is called herb, mint. Dash is an aquatic plant, duckweed. Process by which plants make their own foods with the help of sunlight, photosynthesis. Plants with a hardy stem are called trees. Dash trees is called Hindus, banyan. Like animals, dash are also living thing, plants. Like animals, dash are also living plants. Dash is the tallest plant, native in Australia, eucalyptus. Dash leaves help in curing skin diseases, skin diseases, neem. Okay. Next, chapter 4. Page number 8. Reptile change its color, chameleon. Amphibian, webbed feet, frog. Reptile without feet, swallow its prey in 7, snake. Sea animal that has tusk, walrus. An animal with a long neck, giraffe. Reptile with short legs, 1, chameleon. Seahorse, limbs are modified. 3, seal. Reptile whose upper part is like a dome and can live for than 100 years. 5, tortoise. A bird that beautiful cannot fly. 10, penguin. Understand? Next, ഈ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 9, പേജ് നമ്പർ 9, ചാപ്റ്റർ 5. A smallest bird
ഹമ്മിങ് ബേർഡ്. ടോളസ്റ്റ് ആനിമൽ ജിറാഫ്. ഫാസ്റ്റസ്റ്റ് ആനിമൽ ചീറ്റ. ഓക്കെ. സ്ലോവസ്റ്റ് ആനിമൽ സ്നെയിൽ. ലാർജസ്റ്റ് കാർണിവേഴ്സ് ആനിമൽ പോളാർ ബിയർ. മോസ്റ്റ് ഇൻ്റലിജൻറ്റ് ആനിമൽ ചിമ്പൻസി. ലാർജസ്റ്റ് ബേർഡ് ഓസ്ട്രിച്ച്. ലാർജസ്റ്റ് ആനിമൽ ഇൻ ദ വേൾഡ് ബ്ലൂ വെയിൽ. ലാർജസ്റ്റ് ആനിമൽ ഓൺ ദ ലാൻഡ് എലിഫൻറ്റ്. ഫാസ്റ്റസ്റ്റ് ബേർഡ് ഫാൽക്കോൺ. നോക്കി ഒന്നുകൂടെ. വൺസ് മോർ ഐ റിപ്പീറ്റ്. സ്മോളസ്റ്റ് ബേർഡ് ഹമ്മിങ് ബേർഡ്. ടോളസ്റ്റ് ആനിമൽ ജിറാഫ്. ഫാസ്റ്റസ്റ്റ് ആനിമൽ ചീറ്റ. സ്ലോവസ്റ്റ് ആനിമൽ സ്നെയിൽ. കാർണിവേഴ്സ് ആനിമൽ പോളാർ ബിയർ. മോസ്റ്റ് ഇൻ്റലിജൻറ്റ് ചിമ്പൻസി. ലാർജസ്റ്റ് ബേർഡ് ഓസ്ട്രിച്ച്. ലാർജസ്റ്റ് ആനിമൽ ഇൻ ദ വേൾഡ് ബ്ലൂ വെയിൽ. ലാർജസ്റ്റ് ആനിമൽ ഓൺ ദ ലാൻഡ് എലിഫൻറ്റ്. ഫാസ്റ്റസ്റ്റ് ബേർഡ് ഫാൽക്കോൺ. പിന്നെ ഇതൊക്കെ നമ്മളെന്താണ് പിക്ചേഴ്സാണ്. അപ്പോൾ അതൊന്നും അങ്ങനെ എക്സാമിന് ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ. പേജ് നമ്പർ 10, പേജ് നമ്പർ 11 അതൊന്നും കാര്യമായിട്ട് എടുക്കാനില്ല. പിന്നെ പേജ് നമ്പർ 12 അത് നന്നായി നോക്കുക. മാച്ച് ദ ഫോളോയിങ്ങിനൊക്കെ ഉൾപ്പെട്ട ഒരു ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ ഞാൻ മാച്ച് ചെയ്യാൻ തന്നെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആ ഭാഗങ്ങൾ ശരിക്കും ഒന്ന് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് പേജ് നമ്പർ 9. സം ഫേമസ് മൈൽസ്. ലൈറ്റ് ആസ് എ ഫെദർ. brave as a lion, gentle as a lamb, as swift as an arrow, as cunning as a fox, as blind as a fat bat, as black as coal, as white as snow, as fast as a cheetah, as slow as a snail. അതൊന്ന് വായിച്ച് നോക്കുക കേട്ടോ. പിന്നെ ചാപ്റ്റർ 10 പേജ് നമ്പർ 14 പഠിക്കാനുള്ളത് ഇവിടെ അഡ്ജക്റ്റീവ്, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വേർഡ്സ്. ആ ഓപ്പോസിറ്റ് ഒന്ന് പഠിക്കണം. നിങ്ങൾ ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുണ്ടാവും, എന്നാലും അതൊന്ന് പഠിക്കണം കേട്ടോ. നെക്സ്റ്റ് പേജ് നമ്പർ 15 ചാപ്റ്റർ 11. അത് ഗ്രിഡാണ്, അങ്ങനെ റൗണ്ട് ചെയ്യാനുള്ളതാണ്. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത് സോളാർ സിസ്റ്റം ആണ്. അപ്പോൾ പ്ലാനറ്റ്സിൻ്റെ നെയിം നിങ്ങൾ പഠിക്കണം. പ്ലാനറ്റ്സ് ഏതൊക്കെയാണ് പ്ലാനറ്റ്സ് ഒന്ന് പറഞ്ഞേ. മെർക്കുറി, വീനസ്, മാർസ്, എർത്ത്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. വൺസ് മോർ ഒന്നുകൂടെ. മെർക്കുറി, വീനസ്, മാർസ്, എർത്ത്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. ദെൻ 8 പ്ലാനറ്റ്സ്. ഇത് നമ്മൾ 14 അത് പ്ലാന്റ്സ് ആനിമൽസ് എന്നുള്ള ഒന്ന് നോക്കാനുള്ളതാണ്. ഏതൊക്കെയാണ് പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്നത്, ഏതൊക്കെയാണ് ആനിമൽസിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന തിരങ്കയാണ്. പേജ് നമ്പർ 15 ചാപ്റ്റർ 15 തിരങ്ക. അത് നോക്കാം നമുക്ക്. ഡാഷ് ഈസ് ദ നാഷണൽ ഫ്ലാഗ് ഓഫ് ഇന്ത്യ. 3 കളർ. ഓക്കെ. Saffron color in the national flag of India stand for sacrifice and renunciation, tyagam. White color in the national flag of India stand for peace and non-violence, peace and non-violence. Green color in the national flag of India stand for prosperity and life. Wheel in the center of national flag of India stand for progress. Wheel has 24 spokes. Wheel has been adopted from Ashoka pillar in Saranath. National flag of India associated 1st August 15, 1947 by Prime Minister Jawaharlal Nehru. National flag of India was hoisted Red Fort in Delhi. Ratio of strength 3:2. Next, leaders. ഈ ലീഡേഴ്സിൻ്റെ ഫോട്ടോ തന്നാൽ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് ഉറപ്പുവരുത്തുക കേട്ടോ. ഇത്രയും ഭാഗങ്ങളാണ് നമുക്കെന്ത് GK ഉള്ളത്. അപ്പം ഞാൻ നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞ ഭാഗം നന്നായി പഠിക്കുക, അല്ലാത്തത് മാച്ചിങ്ങിനോ പിക്ചേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. ഓക്കെ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മിസ്സിന് വിളിക്കുക, ഡൗട്ട് ക്ലിയർ ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.